മക്കളെ, നമ്മൾ എല്ലാവരും സ്കൂളിൽ പോകുമ്പോൾ ടിഫിനൊക്കെ ആയിട്ടാണ് അല്ലേ പോവാറ്. അപ്പോൾ ഉച്ചയ്ക്ക് നല്ലോണം വിശന്നിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്നിച്ചിരിക്കുമ്പം എല്ലാവരുടെയും ടിഫിനിൽ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് ആലോചിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ചിലരെന്താ കൊണ്ടുവരാ, ചോറും ഫിഷൊക്കെ ആയിരിക്കും, ചിലർ റൊട്ടി അല്ലെങ്കിൽ ചപ്പാത്തി ആയിരിക്കും, അതല്ലെങ്കിൽ ദാൽ കറി, അല്ലെങ്കിൽ നമുക്ക് എന്താണ് കടലക്കറി, അങ്ങനെ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ഫുഡ്സ് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്നത് എന്തിനാ ശരിക്കും നമുക്ക് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഈ ഫുഡിൽ എങ്ങനെയാണ് ഈ എനർജി ഉള്ളതെന്ന് നമുക്കറിയാമോ? നമുക്ക് വേണ്ട ന്യൂട്രിയൻസ്, അതായത് പലതരത്തിലുള്ള പോഷകങ്ങൾ കിട്ടുന്നത് ഈ ഫുഡ് കഴിക്കുന്നതിലൂടെയാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ടിഫിനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ചോറുണ്ട്, ഫിഷ് ഉണ്ട്, മുട്ട പൊരിച്ചതുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനുള്ളിൽ ഉണ്ടാകുമ്പോൾ പല കാര്യങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പോണൻസ് ഓഫ് ഫുഡ് എന്നാണ് നമ്മൾ ഇവരെ പറയാം. അതായത് നമ്മളിപ്പോൾ ചോറിൽ നിന്നാണെങ്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടും, ഫിഷിൽ നിന്നാണെങ്കിൽ നമുക്ക് ഫാറ്റ്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ കൊഴുപ്പ് കിട്ടും, ഇനി മുട്ടയിൽ നിന്നാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ കിട്ടും. അപ്പോൾ പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ആണ് ഈ ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ബോഡിക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ഈ ഒരു ലഞ്ച് ബോക്സിൽ ഉണ്ടോ എന്നുള്ളതാണ്. അവിടെയാണ് ബാലൻസ് ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. എന്താണ് ബാലൻസ് ഡയറ്റ് എന്നറിയാമോ? നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് അല്ലെങ്കിൽ കമ്പോണൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മീലിനെയാണ് നമ്മൾ ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇനി എന്നും ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോകാൻ പോകുമ്പോൾ അമ്മേനോട് പറയണം, നമ്മുടെ ടിഫിൻ ബോക്സിൽ നമുക്ക് വേണ്ട കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം, പ്രോട്ടീൻ വേണം, വിറ്റാമിൻ വേണം, അതുപോലെ തന്നെ ഈ ഫാറ്റും വേണമെന്ന്. അപ്പോൾ എന്തൊക്കെ നമ്മുടെ ഈ ഒരു ഫുഡിൽ ഉൾപ്പെടുത്താം? നമുക്ക് ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി എന്നിവ ഉൾപ്പെടുത്താം. അതായത് അരി, ഗോതമ്പ് പോലത്തെ എന്തും, റൈസോ വീറ്റോ മെയ്സോ ഒക്കെ. പ്രോട്ടീൻ കിട്ടാനാണെങ്കിലോ നമുക്ക് മുട്ട കഴിക്കാം, അതല്ലെങ്കിൽ ഇറച്ചി, മീറ്റ് കഴിക്കാം. ഇനി അതുമല്ല നിങ്ങൾക്ക് വിറ്റാമിൻസാണ് വേണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറികൾ, നമ്മുടെ വെജിറ്റബിൾസ് ഇമ്പോർട്ടൻസ് ആണ് അല്ലേ. ക്യാരറ്റ്, അതല്ലെങ്കിൽ ഇലക്കറികൾ, ലീഫി വെജിറ്റബിൾസ് കഴിക്കാം, ബീട്രൂട്ട് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ ഫാറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഫിഷ്, അതുപോലെ ഓയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ആവുന്ന ഫുഡാണ് നമ്മുടെ ബോഡിയിൽ വേണ്ടത്. അപ്പോൾ ഒരു സാധനം മാത്രം കഴിക്കാതെ ഇതെല്ലാം ഇൻക്ലൂഡ് ആവുന്ന ബാലൻസ്ഡ് ഡയറ്റ് പോലുള്ള ഒരു ലഞ്ച് ബോക്സ് ഇനി സെറ്റ് ആക്കാൻ നോക്കുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.